നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛന്റെ അമ്മയുടെയും കൂടെ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഞാനിപ്പോ പോകുന്നേ. അല്ല, ലക്ഷ്മി സ്വാതിയെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാ. ഞാൻ പോകാൻ റെഡിയാവുക. അപ്പോ ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഓക്കെ സഞ്ജു. ഹലോ സ്വാതി. ലക്ഷ്യ സ്വാതിക്ക് ശല്യമായി തുടങ്ങി. അതാ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം. ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാൻ? ജീവിതമാണ്, ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റും. ചായ ഇപ്പൊ വേണോ? വേണ്ട. ശ്രീകുട്ടി, മോളെന്താ ഈ പെട്ടിയൊക്കെ ആയിട്ട്? ഞാൻ കുറച്ച് ദിവസത്തേക്ക് എന്റെ വീട്ടിലേക്ക് പോവാ. മോളെ, മോളെ ശ്രീകുട്ടി, മോളെ നീ ഈ സമയത്ത് ഇത് ചെയ്യരുത്. സഞ്ജുവിനത് താങ്ങാനാവില്ല. സഞ്ജുവിനോട് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ പോകുന്നേ. അതിന്റെ കാര്യമൊന്നുമില്ല മോളെ. ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതില് ഞങ്ങൾക്കാർക്കും ഒരു പങ്കുമില്ല. എന്നിട്ട് നീ എന്തിനാ മോളെ ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശി. എല്ലാം എന്റെ തെറ്റ് തന്നെയാ. ഞാൻ കാരണം ഇപ്പോ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് സഞ്ജുവാ. ചേച്ചി എന്തിനാ വീട്ടിലേക്ക് പോകുന്നേ? ചേച്ചിക്ക് ഇവിടെ നിന്നൂടെ? ചേച്ചി ഇവിടെ ഉള്ളത് എനിക്കും സന്തോഷം. മറ്റുള്ളവരെ എത്ര കാലം സന്തോഷിപ്പിക്കാൻ പറ്റില്ലച്ചോ. കോമാളി വേഷം കെട്ടി മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നവരും ആരും കാണാതെ പൊട്ടിക്കരയാറുണ്ട്. എന്തിന് സഞ്ജു വരട്ടെ, എന്നിട്ട് നീ പോയാ മതി. ഞാൻ തിരിച്ചു വരാൻ തന്നെ മുത്തശ്ശ പോകുന്നേ. സഞ്ജു വരട്ടെ മോളെ. നിനക്ക് വീട്ടിൽ പോണെന്നുണ്ടെങ്കിൽ നിന്നെ അവൻ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അതല്ലേ മോളെ ശരി? ശരി തെറ്റുകൾക്കൊന്നും ഇപ്പൊ ഒരു സ്ഥാനം ഇല്ലാതായില്ലേ. കുറച്ചു ദിവസം എനിക്കൊന്ന് മാറി നിന്നേ പറ്റൂ. എന്നാ പിന്നെ ഞാനങ്ങ് ഇറങ്ങിയേക്കുവാ. വൈകാതെ തിരിച്ചു വരണേ മോളെ. വരാം മുത്തശ്ശി. ആ, അമ്മ. എന്താ കവിത അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഗൗതം മംഗലശ്ശേരി നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. പറ, എന്താ പുതിയ വിശേഷങ്ങൾ? അവിടെ ആകെ പൊടി പൂരോ ഇപ്പോ. സസ്പെൻസിലാതെ കാര്യം പറ കവിത. അതെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. സ്വാതി അവളുടെ വീട്ടിലേക്ക് പോയി. എന്താ പ്രശ്നം? അവിടെ ആ ലക്ഷ്മി സദാസമയവും സഞ്ജുവിന്റെ പിന്നാലെ എന്റെ ഭർത്താവേ എന്ന് പറഞ്ഞ് നടക്കില്ലേ. അപ്പൊ സ്വാതി പിണങ്ങി പോയതല്ലേ?
കൊള്ളാം. എന്ന് വേണമെങ്കിലും പറയാം. ഗൗതത്തിന് അറിയാലോ, അടയും ചക്കരയും പോലെ നടന്നവരാ സ്വാതിയോ അമ്മു. ഇപ്പൊ സ്വാതിക്ക് ലക്ഷ്മിയോട് കുറേശ്ശെ വെറുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ കൊള്ളാം, അത് നമുക്ക് ഗുണകരവും. അമ്മുവിനോട് അവൾക്ക് ഇപ്പൊ തോന്നി തുടങ്ങിയ വെറുപ്പ് കുറേശ്ശെ കുറേശ്ശെ ഞാൻ വലിയ കലഹമാക്കി മാറ്റും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ലേ? സ്വാതിയുടെ ചെറിയ സംശയങ്ങളെ വലുതാക്കി വലുതാക്കി അത് വലിയ ഭൂകമ്പമാക്കി ഞാൻ മാറ്റുമെന്ന്. ഐഡിയ കൊള്ളാം. സഞ്ജു ഇപ്പൊ അവിടെ തനിച്ച് ഒറ്റപ്പെട്ട അവസ്ഥയില. ഈ സമയം ഗൗതം കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ശരിക്ക് തകർക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. മാനസികമായി തകർന്നു തുടങ്ങിയവനെ കൂടുതൽ തകർത്ത് ഭ്രാന്തിന്റെ അവസ്ഥയിൽ എത്തിക്കാൻ വളരെ എളുപ്പ. സംഗതി ശരിയാ, പക്ഷെ എനിക്കവിടെ നേരിട്ട് വന്ന് നിൽക്കാൻ പറ്റില്ല. അതൊന്നും സാരമില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ എന്റെ ഈ ബുദ്ധി തന്നെ ധാരാളം. സഞ്ജു, അവൻ തകർന്നടിന്ന് എനിക്ക് കാണണം. അതിനി അധിക ദിവസം വേണ്ടി വരില്ല. ഗൗതം നോക്കിക്കോ. സഞ്ജു, അമ്മയോ? മോനെന്താ ആലോചിക്കുന്നെ? ഒന്നും കഴിക്കുന്നില്ലേ? സ്വാതി പോയതാണോ നീ ഓർത്തിരിക്കുന്നത്? സാരില്ല, അവള് വീട്ടിലേക്കല്ലേ പോയിരിക്കുന്നേ. അതത്ര സന്തോഷത്തോടുള്ള പോക്കായിരുന്നില്ലല്ലോ അമ്മേ. ശരിയാ, സ്വാതിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. കുറച്ചു ദിവസം അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കട്ടെ, അപ്പൊ എല്ലാം ശരിയാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.